ഹായ് ഓൾ 2026 ഇങ്ങെത്തിയില്ലേ. അപ്പോൾ ഈ ഒരു ഇയറിലെ ജേർണൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താലോ? സിമ്പിളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് A4 സൈസ് പേപ്പറാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് മടക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പേപ്പറാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിതിലൊരു ഓഫ് വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ A4 പേപ്പർ അല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിത്രമൊക്കെ വരക്കാൻ യൂസ് ചെയ്യുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഏത് പേപ്പറാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതും അതിൻ്റെ GSM ഒക്കെ നോക്കിയിട്ട്, അതായത് കട്ടിയൊക്കെ നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഞാൻ വാങ്ങിയിട്ടുള്ള പേപ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മേലെ വെയിറ്റ് എന്തെങ്കിലും വെക്കണം കേട്ടോ. മാർക്ക് ചെയ്ത സമയത്ത് രണ്ട് സൈഡിലും 1.5 സെൻറ്റിമീറ്ററും സെൻറ്ററിലൊക്കെ 2 സെൻറ്റിമീറ്ററും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഹോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. 50 പേജസ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 പേപ്പേഴ്സ് അടങ്ങുന്ന 10 സെറ്റായിട്ടാണ് ഇത് മാറ്റിയത്. ഇത് ഞാൻ തന്നെയാണ് ബൈൻഡ് ചെയ്തത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വീഡിയോയുടെ ലെങ്ത്ത് നന്നായിട്ട് കൂടും. അപ്പോൾ നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു ബോറായിരിക്കും. അപ്പോൾ അതായത് ബൈൻഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മാത്രമായിട്ട് ഞാൻ ഇതിൽ ഇട്ട് തരാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനൊക്കെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൂചി വെച്ചിട്ടാണ് ഞാൻ ഹോൾ ഇടുന്നത്. ബൈൻഡ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് കളർ പേപ്പറാണോ അതിൻ്റെ സെയിം കളറ് ത്രെഡ് എടുക്കാൻ നോക്കുക. അതാവുമ്പോൾ ത്രെഡ് മാത്രമായിട്ട് കാണിക്കില്ല, അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് പോകും. അപ്പോൾ അത് കുറച്ചുകൂടെ വൃത്തിയുള്ള പോലെ ഉണ്ടാവും. ബൈൻഡ് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമ്മളത് മൈൻഡിലിട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നല്ല വൃത്തിയില്ലേ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ബൈൻഡ് ചെയ്തത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു ക്ലോത്ത് പശ തേച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിന് ഏത് പശയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യുക. ഫെവിക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് അത് ഇതുപോലെ ഞാൻ എങ്ങനെയാണോ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ എത്രത്തോളം വെയിറ്റ് വെക്കാൻ പറ്റുമോ അത്രത്തോളം വെക്കുക. കാരണം അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ അതിൻ്റെ 2 സൈഡിലും ഒരു റെഡ് ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റെഡ് റിബൺ. ഈ ഒരു പ്രോസസ്സും നമ്മൾ അതിന് ചട്ട വെക്കുന്നതിൻ്റെ മുന്നേ ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വെക്കാൻ കഴിയില്ലേ. ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഷോളാണ്. അപ്പോൾ അതിൻ്റെ 1 സൈഡിൽ ക്യാൻവാസ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ചെയ്യാം. ചട്ടയുടെ സൈസ് എന്ന് പറയുന്നത് എത്രയാണോ നിങ്ങൾ ജേർണലിൻ്റെ സൈസ് എടുത്തത് അതിനേക്കാളും ഒരു 1/2 സെൻറ്റിമീറ്റർ, അതായത് 0.5 സെൻറ്റിമീറ്റർ കൂടുതൽ എടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടുള്ള പീസ് എന്ന് പറയുന്നത് എത്രയാണോ ഡയറിയുടെ തിക്നെസ് അതിൻ്റെ സെയിം ആയിരിക്കണം. ഓക്കെ, അത് മാത്രമാണ് ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. മൈൻഡിലിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ എത്രത്തോളം ഇത് ഈസിയാണെന്ന് മനസ്സിലാവുക. ഈ ഇയറിൽ എന്തായാലും സ്വന്തമായിട്ട് ഒരു ജേർണൽ ഉണ്ടാക്കുമെന്ന് ഉറപ്പിക്കുക. കാരണം സീരിയസ്ലി അത്രയും സിമ്പിളാണ്. നിങ്ങളെക്കൊണ്ട് പറ്റും. എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എവിടെയാണ് എനിക്ക് നെക്സ്റ്റ് ക്ലോത്ത് വെക്കേണ്ടതെന്നുള്ളത്. എന്നിട്ട് അത് മടക്കിയിട്ടാണ് കേട്ടോ ചെയ്ത്. അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തു, കാരണം അവിടെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് അവിടെ ആ മാർക്ക് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതേപോലെ 2 സൈഡും ചെയ്ത് കൊടുക്കുക. ക്ലോത്ത് ഒട്ടിക്കാൻ അതുപോലെ ഇതിൻ്റെ കോർണേഴ്സൊക്കെ ഒട്ടിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഗമ്മാണ്. ബാക്കിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. സോ നിങ്ങളുടെ കയ്യിൽ അതില്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. കാരണം കുറച്ചൊന്ന് അവിടെ ഒട്ടി നിൽക്കണമല്ലോ, കാരണം പറഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പറായിട്ടത് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കോർണേഴ്സ് വെട്ടി കൊടുക്കാൻ മറക്കരുത്. ഞാനിതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം പല സൈസിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് മടക്കി ഒട്ടിക്കാനുള്ളൊരു സൈസ് മാത്രം അതിൽ വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. ആദ്യം തന്നെ അങ്ങോട്ട് പശ ചെയ്ത് ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പം കോർണർ വെട്ടി കളയാൻ മറന്നുപോയി. അപ്പോൾ അതൊന്ന് കഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കോർണർ കട്ട് ചെയ്യാം.
അല്ലാന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടും. ഈ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കോർണർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം കോർണേഴ്സൊക്കെ കട്ട് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് അത് ഒട്ടിക്കുക. ഈ ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടും നേരത്തെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഗ്ലൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ചട്ടയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇനി കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ബുക്കൊന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ വരിക കേട്ടോ. എഗെയിൻ ഗൈസ്, വീണ്ടും മണ്ടത്തരം കൊണ്ടൊരു സംസ്ഥാന സമ്മേളനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ബുക്ക് അങ്ങ് ഒട്ടിച്ചു. എന്തിനങ്ങനെ ആ നേരം ഒട്ടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ലേസൊക്കെ വെച്ചിട്ടായിരുന്നു ആക്ച്വലി ഈ ബുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു മണ്ടത്തരം ചെയ്യാണ്ടിരിക്കുക. ലേസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം ഈ ഒരു ബുക്ക് അതിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി എങ്ങാനും എന്നെപ്പോലെ മണ്ടത്തരം പറ്റിയവരാണ് നിങ്ങളെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട. ഞാൻ എങ്ങനെയാണോ ഈ വീഡിയോയിൽ ചെയ്തത് അതുപോലെ അങ്ങ് ചെയ്തോ. വേറെ ഒന്നും പറയാനില്ല, കാരണം പറ്റിയത് പറ്റി. നിങ്ങളുടെ ന്യൂ ഇയർ പ്ലാനൊക്കെ എന്താ? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് അങ്ങനെ വല്ലതുണ്ടോ? എനിക്ക് എല്ലാ ഇയേഴ്സും ഓരോ കാര്യങ്ങളുണ്ടാവും. പക്ഷേ ജാനുവരി മാക്സിമം പോയാൽ ജാനുവരി എൻഡ് അതുവരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ മൂഡ് പോവും, മടിയാവും, സെയിം ആസ് യൂഷ്വൽ, ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെയാണ് ഇത്രയും കാലം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2026 എങ്കിലും അടിപൊളിയാക്കണം എന്ന് എനിക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഗൈസ് ഈ ഒരു ജേർണൽ മേക്കിംഗ് ഒക്കെ. സംസാരിച്ച് ഇതിൻ്റെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് വീണ്ടും പണിപാളി. ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വിട്ടുപോയി, ഓൺ ചെയ്യാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് വൃത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളറാണ് എനിക്ക് ഇഷ്ടമായത്. ആദ്യം A4 സൈസിൻ്റെത് സെൻറ്റർ മടക്കിയിട്ട് ഞാൻ വെച്ച് നോക്കി. ബട്ട് അതിൻ്റെ സൈസ് ഈ ഒരു ജേർണലുമായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന A3 സൈസ് എടുത്തിട്ട് കട്ട് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതിന് ഞാൻ ചെയ്ത ഒരു മെത്തേഡാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് അതിൻ്റെ സൈസ് നോക്കിയിട്ട് സൈഡ് മടക്കി കൊടുത്തു, താഴെയും അതേപോലെ സൈസ് എടുത്തു. ഇതിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ, കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഇപ്പം എന്തിനായിരുന്നു മാർക്ക് ചെയ്തതെന്നുള്ളത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മണ്ടത്തരം നമ്മുടെ കൂടെ പുറപ്പെടാം, ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. ഓക്കെ, അപ്പം താഴെയും ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെ ഞാൻ കത്രിക വെച്ചിട്ട് വരച്ചിട്ട് വെട്ടിയാൽ കൂടെ കൊച്ചിന്ന് കൊയിലാണ്ടി എന്നുള്ളൊരു, നിങ്ങൾക്കുണ്ടോ അങ്ങനെ? എനിക്ക് മാത്രമാണോ ഇത്? സീരിയസ്ലി ഞാൻ എങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ട് വരില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇനി എനിക്ക് ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു ഫസ്റ്റ് പേപ്പറില്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ജേർണൽ ഈ ഒരു ചട്ടയായിട്ട് വിട്ട് പോരാണ്ടിരിക്കാനാണ് കേട്ടോ. ഫുൾ പേപ്പറിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു പീസ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒട്ടിച്ചു കൊടുക്കുക. പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പേജല്ലേ, അത് കാണുമ്പം തന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും. നമ്മളുടെ ആർട്ട് വർക്ക് അത്രയും അടിപൊളിയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗമ്മ് തേക്കിൽ, അതായത് ഈ ഒരു പശ തേക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്ട് നല്ലൊരു ബ്രഷ് എടുത്തിട്ട് ഈവണായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി കിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്ട്രാ പേപ്പർ ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ എത്രയാണോ സൈസ് അതിനനുസരിച്ച് ജസ്റ്റ് വരച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. രണ്ട് സൈഡും ഇപ്പം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ജേർണലിൻ്റെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിളാണ്. നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കാണ്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബൈൻഡിങ്ങിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു ന്യൂ ഇയർ എല്ലാവർക്കും അടിപൊളിയാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. So, thanks for watching. Please do subscribe. Okay.